റോൾസ് റോയ്സിന്റെ കോച്ച് ബിൽഡിംഗ് ബെസ്പോക്ക് ഡിവിഷനിൽ നിന്നും വരുന്ന മറ്റൊരു കാർ റോൾസ് റോയ്സ് അക്കേഡിയ ഡ്രോപ്പ് ടെയിൽ. 4 വർഷമാണ് ഈ ഒരു കാറിനു വേണ്ടി റോൾസ് റോയ്സ് എഞ്ചിനീയേഴ്സും ഡിസൈനേഴ്സും ചിലവഴിച്ചത്. ഗ്രീക്ക് പുരാണങ്ങളിൽ ഭൂമിയിലെ സ്വർഗമെന്ന് ചിത്രീകരിക്കുന്ന അസാധാരണമായ പ്രകൃതി സൗന്ദര്യത്തിനും തികഞ്ഞ ഐക്യത്തിനും പേരുകേട്ട ഭൂമിയിലെ ഒരു പ്രദേശമായിരുന്നു അക്കേഡിയ. ഭൂമിയിലെ സ്വർഗമെന്നും അക്കേഡിയ എന്ന സ്ഥലത്തെക്കുറിച്ച് ഗ്രീക്ക് പുരാണങ്ങളിൽ പറയുന്നു. ഇനി ഇതുപോലൊരു കാർ മറ്റാർക്കും റോൾസ് റോയ്സ് നിർമ്മിച്ചു നൽകില്ല. ഒരൊറ്റ പ്രൊഡക്ഷൻ കാർ. ഡിസൈൻ തീം മാറി ഇതേ ഡ്രോപ്പ് ടെയിൽ പ്ലാറ്റ്ഫോമിൽ അടുത്ത കോടീശ്വരൻ പുതിയ കഥയുമായി വരാം. സാധ്യതകൾ ഏറെയാണ്. കാരണം 2023 തന്നെ ഏകദേശം 6023ഓളം റോൾസ് റോയ്സിന്റെ നോർമൽ മോഡലുകളാണ് വിറ്റഴിക്കപ്പെട്ടത്. അമേരിക്കയും ഗ്രേറ്റർ ചൈനയുമാണ് 1ഉം 2ഉം സ്ഥാനങ്ങളിൽ. ആ സ്പെഷ്യൽ ക്ലയന്റ് റോൾസ് റോയ്സിനോട് ഒരു പേപ്പറിൽ തനിക്ക് വേണ്ട ഡിസൈൻ തീം ഒരു 1 ലൈനായി എഴുതി കൊടുത്തു. അത് ശാന്തത എന്നായിരുന്നു. അവിടുന്നാണ് ഈ 262 കോടിയുള്ള കാറിൻ്റെ ജനനം. തൻ്റെ ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം ശാന്തതയുടെ തീം ക്യാപ്ചർ ചെയ്യുന്നതിൽ റോൾസ് റോയ്സ് കോച്ച് ബിൽഡ് ഡിസൈനർമാർ ലോകമെമ്പാടുമുള്ള ക്ലയൻറ്റിൻ്റെ പ്രിയപ്പെട്ട പ്രദേശങ്ങളിൽ നിന്ന് ഡിസൈൻ, ശില്പം, വാസ്തുവിദ്യ എന്നിവയുടെ പരിവേഷണം ആരംഭിച്ചു. ഇതിൽ സിംഗപ്പൂർ, ഇന്തോനേഷ്യ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ കാണുന്ന ട്രോപ്പിക്കൽ സ്കൈ ഗാർഡൻസ് മുതൽ ബ്രിട്ടീഷ് ബയോമിമെറ്റിക് ആർക്കിടെക്ചർ വരെയുണ്ട്. ആർക്കിടെക്ചറൽ ഡിസൈൻ ചലഞ്ചസിനെയൊക്കെ മറികടക്കാൻ പ്രകൃതിയിൽ നിന്നും ഒബ്സർവ് ചെയ്ത് ഡിസൈൻ ചെയ്യുന്ന ഒരു പ്രത്യേക ഡിവിഷനാണ് ബയോമിമെറ്റിക് ഡിസൈൻ. 2 പേർക്ക് സഞ്ചരിക്കാവുന്ന ഈ വാഹനത്തിന്റെ നിർമ്മാണം റോഡ്സ്റ്റർ ബോഡി സ്റ്റൈലിലാണ്. അക്കാഡിയുടെ പുറംഭാഗത്തിന് തനതായ വെള്ള നിറം കൊടുത്തു. പെയിന്റിൽ അലുമിനിയം ഗ്ലാസ് കണികകൾ അടങ്ങിയിരിക്കുന്നു. ഇതിൽ വെളിച്ചം പതിക്കുമ്പോൾ ഉജ്ജ്വലമായ ഒരു തിളക്കം സൃഷ്ടിക്കുക മാത്രമല്ല, സൂക്ഷ്മ പരിശോധനയിൽ പെയിന്റിങ്ങിന്റെ ഡെപ്ത് മനസ്സിലാക്കാനും സാധിക്കും. ഇനി അകവശങ്ങളിലാണെങ്കിൽ ക്ലയൻറ്റിൻ്റെ വസതികൾക്കും ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള അവരുടെ സ്ഥാപനങ്ങളിലും കാണുന്ന ഒരു തീമാണ് കൊടുത്തിരിക്കുന്നത്. ഇൻറ്റീരിയർ ഭാഗത്തുള്ള വുഡ് സെക്ഷൻ ക്ലയൻറ്റിൻ്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രമായിരുന്നു. വുഡിൻ്റെ ടെക്സ്ചർ, ഗ്രെയിൻ, കളർ, റിച്ച്നെസ് ഒക്കെ അദ്ദേഹം കൂടുതൽ ശ്രദ്ധ കൊടുത്തിരുന്നു. ഗ്രെയിൻ സാൻഡോസ് റോസ്വുഡാണ് അദ്ദേഹം ഇതിന് തിരഞ്ഞെടുത്തത്. ഏറ്റവും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ മെഷീൻ ചെയ്യുമ്പോൾ അത് എളുപ്പത്തിൽ കീറുകയും കൂടാതെ ഉണങ്ങിക്കഴിയുമ്പോൾ കീറാനുള്ള സാധ്യതയും കൂടുതലാണ്. ക്ലയൻറ്റ് ഈ വാഹനം അദ്ദേഹം പല രാജ്യങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ കൂടെ കൊണ്ടുപോകുന്നതിനാൽ ഇതിലുപയോഗിക്കാവുന്ന തടിയുടെ കാര്യത്തിൽ കൂടുതൽ ടെസ്റ്റുകൾ നടത്തി ലോകത്തിലെ ഏത് കാലാവസ്ഥയും അതിജീവിക്കാൻ തയ്യാറാക്കിയതാണ്. തടിയുടെ സംരക്ഷണത്തിന് സൂപ്പർ യോട്ടുകളിൽ ഉപയോഗിക്കുന്ന കോട്ടിങ്ങുകൾ ആദ്യം പരിഗണിച്ചുവെങ്കിലും പിന്നീട് സർവീസും മെയിൻ്റനൻസും കാരണം റോൾസ് റോയ്സ് തന്നെ ഒരു പ്രത്യേകതരം കോട്ടിംഗ് പെയിൻറ് വികസിപ്പിച്ചെടുത്തു. ഒറ്റത്തവണ ഉപയോഗിച്ചാൽ ആജീവനാന്തകാലം കിടന്നോളും. ഈ കോട്ടിംഗ് പരീക്ഷിക്കാൻ ആഗോള കാലാവസ്ഥ വ്യതിയാനങ്ങളെ അനുകരിക്കുന്ന സ്പെഷ്യലിസ്റ്റ് മെഷീനിൽ സാമ്പിൾ മരക്കഷ്ണങ്ങൾ ഇടയ്ക്കിടെ വെള്ളം തളിക്കുകയും ഇരുട്ടിൽ ഉണങ്ങാൻ വിടുകയും ചൂടത്തും വെളിച്ചത്തുമൊക്കെ വെച്ച് ഡ്യൂറബിലിറ്റി പരീക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ 1000 മണിക്കൂർ പരീക്ഷിച്ചു. മൊത്തത്തിൽ മരക്കഷ്ണങ്ങൾക്കും സംരക്ഷണ കോട്ടിങ്ങിനും ഏകദേശം 8000 മണിക്കൂറിലധികം സമയമാണ് വിനിയോഗിച്ചത്. ലെതർ ഇൻറ്റീരിയർ പൂർണ്ണമായും 2 നിറങ്ങളിലാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. പ്രധാന ലെതർ നിറം ഒരു വൈറ്റ് നിറമാണ്. കൂടാതെ തിരഞ്ഞെടുത്ത തടിയുടെ നിറമായ ടാൻ നിറവും. കൂടാതെ റോൾസ് റോയ്സ് മോട്ടോർ കാറിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ തുടർച്ചയായ വുഡൻ സെക്ഷനാണ് ഈ കാറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫോർമുല 1ൽ ഉപയോഗിക്കുന്ന കാർബൺ ഫൈബർ ലെയറിംഗ് ടെക്നിക്സ് ആണ് ഇതിൻ്റെ ബേസ് ഭാഗങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. കാരണം വുഡ് കമ്പോണൻസ് ഈ കാറിൽ ഒത്തിരി കൂടുതലാണ്. അടുത്തത് റോൾസ് റോയ്സ് കാറുകളിൽ കാണുന്ന ആ ചെറിയ ക്ലോക്കുകളെ കുറിച്ചാണ്. വലുപ്പത്തിൽ ചെറുതാണെങ്കിലും മൂല്യത്തിൽ വളരെ വലുതാണ്. ഇതിന് റോൾസ് റോയ്സ് പറയുന്നത് ഹൈ വാച്ച് മേക്കിംഗ് എന്നാണ്. ഇതുവരെ സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും സങ്കീർണമായ റോൾസ് റോയ്സ് ക്ലോക്ക് ഫേസ് ആണ്. ഈ ക്ലോക്ക് അസംബ്ലി മാത്രം 5 മാസത്തെ പ്രക്രിയയായിരുന്നു. ഇതിനു മുൻപ് 2 വർഷത്തിലധികം ഈ കുഞ്ഞു ക്ലോക്ക് ഡെവലപ്പ് ചെയ്യാനും എടുത്തു. ക്ലയൻറ്റിൻ്റെ ലോകമെമ്പാടുമുള്ള ബിസിനസ്, ലെയ്ഷർ ട്രാവലിന് വേണ്ടി ഈ വാഹനം ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആയിട്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ വാഹനം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ എങ്ങനെ കാണുമെന്നറിയുവാൻ വേണ്ടി ക്ലയൻറ്റ് ഒരു VR ഹെഡ്സെറ്റ് വെച്ച് നോക്കി തൃപ്തിപ്പെടുകയും ചെയ്തിരുന്നു. റോഡ്സ്റ്റർ കാർ ആയതിനാൽ കൺവെർട്ടബിൾ റൂഫിന് പകരം എടുത്തു മാറ്റാവുന്ന തരം ഭാരം കുറഞ്ഞ പാനലാണ് ഉപയോഗിക്കുന്നത്. അത് തണുത്തതും നനഞ്ഞതുമായ ദിവസങ്ങളിൽ കാറിൽ ഘടിപ്പിക്കാൻ കഴിയും. അതായത് ഇത് കൂടുതലും ഓപ്പൺ ടോപ്പ് റോഡ്സ്റ്ററായി റോഡുകളിൽ ഒഴുകി നീങ്ങും. റോൾസ് റോയ്സ് കോച്ച് ബിൽഡിംഗ് ഡിസൈനർമാർ ക്ലയൻറ്റിൻ്റെ വസ്ത്രങ്ങൾ, ഫർണിച്ചറുകൾ മുതൽ ഭക്ഷണം, യാത്ര ചെയ്യുന്ന സ്ഥലങ്ങൾ തുടങ്ങി എല്ലാ കാര്യങ്ങളും പരിശോധിക്കാനും ചോദ്യം ചെയ്യാനും നിരവധി മാസങ്ങൾ ചിലവഴിച്ചു. ഇതിൽ നിന്ന് അവർ ക്ലയൻറ്റിൻ്റെ മനസ്സിലുള്ള ഒരു സൗന്ദര്യത്തെ നിർവചിക്കുകയും വാഹനം
ഡിസൈൻ ചെയ്യുകയും ചെയ്തു. മറ്റ് കുടുംബാംഗങ്ങളെയും പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ മകളും ഈ ഡിസൈൻ പ്രോസസ്സിൽ പങ്കെടുത്തു. അന്തിമ രൂപകൽപ്പന തയ്യാറായപ്പോൾ ക്ലയൻറ്റിൻ്റെ വിശാലമായ കുടുംബത്തെ അത് അവലോകനം ചെയ്യാൻ ക്ഷണിച്ചു. ഈ ഡിസൈൻ ക്ലയൻറ്റിൻ്റെ സൗന്ദര്യവും സ്വഭാവവും പൂർണ്ണമായും ഒപ്പിയെടുത്തു എന്ന് എല്ലാവരും സമ്മതിച്ചു. സിംഗപ്പൂരിലെ ഒരു സ്വകാര്യ ചടങ്ങിലാണ് ഈ കാർ അദ്ദേഹത്തിന് റോൾസ് റോയ്സ് കൈമാറിയത്. എഞ്ചിനിൽ വലിയ മാറ്റങ്ങളൊന്നും തന്നെയില്ല. റോൾസ് റോയ്സിൻ്റെ തന്നെ 6.6 ലിറ്റർ ട്വിൻ ടർബോ V12 എഞ്ചിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 593 കുതിരശക്തിയാണ് കരുത്ത് വരുന്നത്. 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമാണ് വരുന്നത്. വേഗത 250 km/h ആയിട്ട് പരിമിതപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഇതാണ് റോൾസ് റോയ്സിൻ്റെ പുതിയ വാഹനത്തിൻ്റെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ വണ്ടിപ്രാന്തന്മാരിലേക്ക് ഷെയർ ചെയ്യുക. അങ്ങനെയെങ്കിൽ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനവും നമുക്കാകും. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി, നമസ്കാരം.